നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ ഏറ്റവും റെയറായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ വളരെ റെയറായിട്ടുള്ള ചില അവാർഡുകളൊക്കെ പഠിച്ചിരുന്നു, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടി ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 99% അവാർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയാം. ഇനിയുമുണ്ട് ഒരുപാട്, പക്ഷേ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അല്ലാതെ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. അതുകൊണ്ടാണ്. എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 4 ക്ലാസ്സുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് 3 പ്ലേലിസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2020, കറണ്ട് അഫയേഴ്സ് 2021, അതേപോലെ തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് 2020-21. എങ്ങനെ അത് കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ഒരു ബാച്ച് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബർ 21 മുതൽ 30 days റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻസ് എക്സാം. LDC മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 30 ദിവസത്തെ റിവിഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതേപോലെ ദിശ എന്ന പേരിൽ ഒരു 70 days ബാച്ച് കോഴ്സ് +2 മെയിൻസ് പരീക്ഷയ്ക്ക്, സ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒക്ടോബർ 20 മുതൽ ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 10 എഡ്യൂക്കേറ്റേഴ്സ് ആണ് അവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, നിശാഗന്ധി പുരസ്കാരം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന പുരസ്കാരമാണ്. സംഗീതം, നൃത്തം എന്നീ മേഖലയിലൊക്കെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഇത് ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായിക്കായിരുന്നു. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ CV ചന്ദ്രശേഖർ, ഭരതനാട്യത്തിലാണ്. 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമവതി, മോഹിനിയാട്ടത്തിലാണ്. ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിശാഗന്ധി പുരസ്കാരം 2020 ജേതാവാരാണ്? CV ചന്ദ്രശേഖർ, ഭരതനാട്യം. 2019 ജേതാവാരാണ്? കലാമണ്ഡലം ക്ഷേമവതി. ഏത് വിഭാഗത്തിലാണ്? മോഹിനിയാട്ടം. അപ്പോൾ 2 ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് തന്നെ പഠിക്കണം. 2020 ജേതാവ് CV ചന്ദ്രശേഖർ, അതേപോലെ 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമവതി, നിശാഗന്ധി പുരസ്കാരം. ദെൻ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2020. ശ്രദ്ധിച്ചോണം, OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2020. T പത്മനാഭന് മരയ എന്ന കൃതിക്ക്, സുഭാഷ് ചന്ദ്രന് സമുദ്രശില എന്ന കൃതിക്കും, അമൽരാജ് പാറമേലിന് നാഗു സാഗുവ ഹാദ്യലി എന്ന കൃതിക്കും. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2020 ജേതാക്കൾ ആരൊക്കെയാണ്? T പത്മനാഭൻ, സുഭാഷ് ചന്ദ്രൻ, അമൽരാജ് പാറമേൽ. T പത്മനാഭന് മരയ എന്ന കഥയ്ക്കും സുഭാഷ് ചന്ദ്രന് സമുദ്രശില എന്ന നോവലിനും. യുവ എഴുത്തുകാരുടെ കഥയ്ക്കാണ് ആർക്ക് ലഭിക്കുന്നത്? അമൽരാജ് പാറമേലിന് ലഭിക്കുന്നത്. യുവ എഴുത്തുകാരുടെ കഥയ്ക്കാണ് അമൽരാജ് പാറമേലിന്. അപ്പം 3 വിഭാഗത്തിലായിട്ടാണ്. T പത്മനാഭന് കഥാസമാഹാരം മരയ, സുഭാഷ് ചന്ദ്രൻ നോവൽ വിഭാഗത്തിലും, അമൽരാജ് പാറമേലിന് എന്താണ്? യുവ വിഭാഗത്തിലുമാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ്, സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 NK പ്രേമചന്ദ്രൻ ലഭിച്ചു. 2020 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ NK പ്രേമചന്ദ്രനാണ്. എന്നാൽ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് 2020 ജേതാവ് KK ശൈലജ. അതിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 ലഭിച്ചത് NK പ്രേമചന്ദ്രനും, സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് 2020 ലഭിച്ചത് KK ശൈലജ ടീച്ചർക്കുമാണ്. അത് 2021 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 ജേതാവ് NK പ്രേമചന്ദ്രൻ, സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് 2020 ജേതാവ് KK ശൈലജ ടീച്ചർ. അത് രണ്ടും ക്ലിയർ ആയല്ലോ. സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 ജേതാവാരാണ്? NK പ്രേമചന്ദ്രനും, അതേപോലെ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2020 ജേതാവാരാണ്? KK ശൈലജ ടീച്ചറുമാണ്. അത് രണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിലൊരു അപ്ഡേഷൻ ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പഠിക്കാം. ദെൻ ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ്. 2021 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KB ശ്രീദേവി.
2020 ജേതാവ് പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ അവാർഡ് കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു, പിന്നീട് അതിൽ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല, പഠിച്ചു വെക്കുക. ഇപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം 2021 ജേതാവാരാണ്? KB ശ്രീദേവി. 2021 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരം ചോദിച്ചാരാണ്? KB ശ്രീദേവി. 2020 ജേതാവാരാണ്? പ്രഭാവർമ്മ. അപ്പോൾ ഇവിടുന്ന് തന്നെ പഠിക്കുക. ജ്ഞാനപ്പാന പുരസ്കാരം 2021 ജേതാവാരാണ്? KB ശ്രീദേവി. ജ്ഞാനപ്പാന പുരസ്കാരം 2021 ജേതാവ് KB ശ്രീദേവി. 2020 ജേതാവാരാണ്? പ്രഭാവർമ്മ. 2020 ജേതാവാരാണ്? പ്രഭാവർമ്മ. ദെൻ സ്വാതി സംഗീത പുരസ്കാരം. ശാസ്ത്രീയ സംഗീത മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. ഇത് 1997 ആദ്യമായിട്ട് ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർക്കായിരുന്നു ലഭിക്കുന്നത്. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ K ഓമനക്കുട്ടി. പഠിക്കുക. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ K ഓമനക്കുട്ടിയാണ് 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവ്. പഠിക്കുക. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ K ഓമനക്കുട്ടി. 2019 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് TM കൃഷ്ണ. 2019 സ്വാതി സംഗീത പുരസ്കാര ജേതാവാരാണ്? TM കൃഷ്ണ. അപ്പോൾ പഠിക്കുക. സ്വാതി സംഗീത പുരസ്കാരം 2020 ജേതാവ് ഡോക്ടർ K ഓമനക്കുട്ടി. 2019 ജേതാവ് TM കൃഷ്ണ. സ്വാതി സംഗീത പുരസ്കാരം 2020 ജേതാവ് ഡോക്ടർ K ഓമനക്കുട്ടി. 2019 ജേതാവ് TM കൃഷ്ണ. ദെൻ SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ജേതാവ് ഇബ്രാഹിം വേങ്ങര. SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ആരാണ് ജേതാവ്? ഇബ്രാഹിം വേങ്ങര. 2019 ജേതാവ് V വിക്രമൻ നായർ. പഠിക്കുക. 2020 SL പുരം സദാനന്ദൻ പുരസ്കാര ജേതാവാരാണ്? ഇബ്രാഹിം വേങ്ങര. ഇബ്രാഹിം വേങ്ങര. 2019 ജേതാവാരാണ്? V വിക്രമൻ നായർ. അപ്പോൾ SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ആർക്ക് ലഭിച്ചു? ഇബ്രാഹിം വേങ്ങര. 2019 ജേതാവാരാണ്? V വിക്രമൻ നായർ. ദെൻ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2019 S രമേശൻ ലാസ്റ്റ് പ്രഖ്യാപിച്ചപ്പോഴാണ്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2019 ജേതാവാരാണ്? S രമേശൻ. 2019 ജേതാവാരാണ്? S രമേശൻ. ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 ജേതാവ് K ശിവൻ. ISRO ചെയർമാനായ K ശിവനാണ്. ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 ആർക്ക് ലഭിച്ചു? K ശിവൻ. അപ്പോൾ പഠിക്കുക. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2019 ജേതാവാരാണ്? S രമേശൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2019 S രമേശൻ. ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 K ശിവൻ. ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 ജേതാവാരാണ്? K ശിവൻ. ദെൻ ഡോക്ടർ P പൽപ്പു അവാർഡ് 2020 ജേതാവ് ഡോക്ടർ V വിജയരാഘവൻ. 2019 ജേതാവ് PV ചന്ദ്രൻ. ഡോക്ടറാണ്, ഡോക്ടർ V വിജയരാഘവനാണ് കേട്ടോ. ചെറിയ ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ 2020 ഡോക്ടർ പൽപ്പു പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാരാണ്? V വിജയരാഘവൻ. V വിജയരാഘവൻ. 2019 ജേതാവ് PV ചന്ദ്രൻ. ഡോക്ടർ P പൽപ്പു അവാർഡ് 2020 ജേതാവ് ഡോക്ടർ V വിജയരാഘവൻ. 2019 ജേതാവ് PV ചന്ദ്രൻ. ഡോക്ടർ P പൽപ്പു അവാർഡ് 2020 ജേതാവ് ഡോക്ടർ V വിജയരാഘവൻ. 2019 ജേതാവാരാണ്? PV ചന്ദ്രൻ. ആരാണ്? PV ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചൊന്ന് റീകളക്ട് ചെയ്ത് നോക്കി. നിശാഗന്ധി പുരസ്കാരം 2020 ജേതാവാരായിരുന്നു? നിശാഗന്ധി പുരസ്കാരം CV ചന്ദ്രശേഖർ. ആരായിരുന്നു? CV ചന്ദ്രശേഖർ. 2019 ജേതാവാരായിരുന്നു? പേര് കിട്ടുന്നുണ്ടോ? നിശാഗന്ധി പുരസ്കാരം 2019 ആർക്ക് ലഭിച്ചു? കലാമണ്ഡലം ക്ഷേമവതി. കിട്ടിയല്ലോ എല്ലാവർക്കും. ദെൻ നമ്മൾ പഠിച്ചു സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020. 2020 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ആർക്കായിരുന്നു? NK പ്രേമചന്ദ്രന്. 2020 സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം ആർക്കായിരുന്നു? KK ശൈലജ ടീച്ചർക്ക്. അതിലൊരു അപ്ഡേഷൻ ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ളതാണ്. അതേപോലെ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2020 കഥ, നോവൽ, യുവകഥ ഈ 3 വിഭാഗത്തിലായിട്ടാണ്. T പത്മനാഭന് ലഭിച്ചു, സുഭാഷ് ചന്ദ്രൻ ലഭിച്ചു, അതേപോലെ അമൽരാജ് പാറമേൽ. 3 പേരുടെയും പേര് കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ ജ്ഞാനപ്പാന പുരസ്കാരം 2021 ജേതാവാരായിരുന്നു? ജ്ഞാനപ്പാന പുരസ്കാരം KB ശ്രീദേവി. കിട്ടുന്നുണ്ടല്ലോ, KB ശ്രീദേവി. 2020 ജേതാവാരായിരുന്നു? പ്രഭാവർമ്മ. സ്വാതി സംഗീത പുരസ്കാരം 2020 ആരായിരുന്നു? ഡോക്ടർ K ഓമനക്കുട്ടി. കിട്ടുന്നുണ്ടല്ലോ, ഡോക്ടർ K ഓമനക്കുട്ടി. 2019 ആരായിരുന്നു? TM കൃഷ്ണ. SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ആരായിരുന്നു ജേതാവ്? ഇബ്രാഹിം വേങ്ങര. SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ജേതാവ് ആരായിരുന്നു? ഇബ്രാഹിം വേങ്ങര. 2019 ആരായിരുന്നു? V വിക്രമൻ നായർ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2019 ആർക്ക് ലഭിച്ചു? ആശാൻ സ്മാരക കവിതാ പുരസ്കാരം S രമേശൻ. ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 ആർക്ക് ലഭിച്ചു? ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം 2019 K ശിവൻ. കിട്ടിയല്ലോ.
ഡോക്ടർ പി പൽപ്പു അവാർഡ് 2020 ആർക്ക് ലഭിച്ചു? വി വിജയരാഘവനും. 2019 പി വി ചന്ദ്രനും. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 2021 20ാമത് ടോംയാസ് അവാർഡ്. നേരത്തെ തന്നെ നമ്മൾ ഈ അവാർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനുമായിരുന്ന VA കേശവൻ നായരുടെ പേരിൽ കൊടുക്കുന്നൊരു അവാർഡാണ്. 2021 20ാമത് ടോംയാസ് അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ. പഠിക്കുക, 2021 20ാമത് ടോംയാസ് അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാലാണ് MT വാസുദേവൻ നായർ. ആരാണ്? MT വാസുദേവൻ നായർ. പഠിക്കുക, 2021 20ാമത് ടോംയാസ് അവാർഡ് ജേതാവ് MT വാസുദേവൻ നായർ. 2021 പി കേശവദേവ് പുരസ്കാരത്തിന് അർഹരായവർ 2 പേരാണ്. തോമസ് ജേക്കബ്, ഡോക്ടർ ശശാങ്ക് ആർ ജോഷി. 2021 പി കേശവദേവ് പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? തോമസ് ജേക്കബ്, ഡോക്ടർ ശശാങ്ക് ആർ ജോഷി. 2021 പി കേശവദേവ് പുരസ്കാര ജേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? തോമസ് ജേക്കബ്, ഡോക്ടർ ശശാങ്ക് ആർ ജോഷി. ദെൻ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം 2021 ജേതാവ് TS സുരേഷ് ബാബു. 2020 ജേതാവ് നെടുമുടി വേണു. പഠിക്കുക, പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം 2021 ആർക്ക് ലഭിച്ചു? TS സുരേഷ് ബാബു. ആർക്ക് ലഭിച്ചു? TS സുരേഷ് ബാബു. 2020 ജേതാവാരാണ്? നെടുമുടി വേണു. പഠിക്കുക, പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം 2021 ജേതാവ് TS സുരേഷ് ബാബു. 2020 ജേതാവ് നെടുമുടി വേണു. നെക്സ്റ്റ് VP സത്യൻ പുരസ്കാരം 2021 കായിക താരം മുഹമ്മദ് അനസിനും 2020 ജിൻ ജോൺസൺ ലഭിച്ചു. പഠിക്കുക, VP സത്യൻ പുരസ്കാരം 2021 ജേതാവാരാണ്? മുഹമ്മദ് അനസ്. VP സത്യൻ പുരസ്കാരം 2021 ജേതാവ് മുഹമ്മദ് അനസ്. 2020 ജേതാവാരാണ്? ജിൻ ജോൺസൺ. 2020 ജേതാവാരാണ്? ജിൻ ജോൺസൺ. പഠിക്കുക, VP സത്യൻ പുരസ്കാരം 2021 ജേതാവ് മുഹമ്മദ് അനസ്. 2020 ജേതാവ് ജിൻ ജോൺസൺ. 2020 ജേതാവ് ജിൻ ജോൺസൺ. പഠിക്കുക, VP സത്യൻ പുരസ്കാരം 2021 മുഹമ്മദ് അനസ്. 2020 ജിൻ ജോൺസൺ. നെക്സ്റ്റ് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2021 S സോമനാഥിന്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടെന്ന്. അപ്പോൾ 2021 സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം S സോമനാഥ് VSSC ഡയറക്ടറാണ്. 2020 ജേതാവ് KK ശൈല ടീച്ചറാണ്. അപ്പോൾ പഠിക്കുക, സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2021 ജേതാവാരാണ്? S സോമനാഥും. 2020 ജേതാവാരാണ്? KK ശൈല ടീച്ചറുമാണ്. സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2021 S സോമനാഥ്. 2020 KK ശൈല ടീച്ചർ. ദെൻ ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പുത്തൂർ എന്ന് പറയുന്ന സാഹിത്യകാരന്റെ പേരിലുള്ളതാണ് ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം. 2021 ശ്രീകുമാരൻ തമ്പിക്കും 2020 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് ലഭിച്ചത്. പഠിക്കുക, ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ പേരിലുള്ള പുരസ്കാരമാണ് ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം. 2021 ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പി. 2020 ജേതാവാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇപ്പോൾ പഠിക്കുക, ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം 2021 ശ്രീകുമാരൻ തമ്പി. 2021 ശ്രീകുമാരൻ തമ്പി. 2020 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നെക്സ്റ്റ് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് തോമസ് ജേക്കബ്. പഠിക്കുക, 2021 പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാലാണ് തോമസ് ജേക്കബ് ആണ്. 2021 പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ്. മനസ്സിലുറപ്പിക്കുക, 2021 പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? തോമസ് ജേക്കബ്. 2021 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാക്കൾ UK കുമാരൻ, TK ശങ്കരൻ നാരായണൻ. പഠിക്കുക, 2021 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരൊക്കെയാണ്? UK കുമാരൻ, TK ശങ്കരൻ നാരായണൻ. UK കുമാരൻ, TK ശങ്കരൻ നാരായണൻ. പഠിക്കുക, 2021 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരൊക്കെയാണ്? UK കുമാരൻ, TK ശങ്കരൻ നാരായണൻ. അപ്പോൾ പേരുകൾ കിട്ടുന്നുണ്ടല്ലോ. 2021 പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരൊക്കെയാണ്? തോമസ് ജേക്കബ്. അതേപോലെ 2021 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? UK കുമാരൻ, TK ശങ്കരൻ നാരായണൻ. ദെൻ 2021 അക്ഷരശ്രീ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂരിയാണ്. പഠിക്കുക, 2021 അക്ഷരശ്രീ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാലാണ് കൈതപ്രം ദാമോദരൻ നമ്പൂരി. പഠിക്കുക, 2021 അക്ഷരശ്രീ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാലാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2021 VT സ്മാരക ട്രസ്റ്റിന്റെ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ളതാണ്. VT സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ
ടി ഡി രാമകൃഷ്ണൻ 2021 വി ടി സ്മാരക ട്രസ്റ്റ് പുരസ്കാര ജേതാവാരാണ്? ടി ഡി രാമകൃഷ്ണൻ 2021 വി ടി സ്മാരക പുരസ്കാര ട്രസ്റ്റ് ജേതാവാരാണ്? ടി ഡി രാമകൃഷ്ണൻ. അപ്പോൾ പഠിക്കുക, 2021 അക്ഷരശ്രീ പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2021 അക്ഷരശ്രീ പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2021 വി ടി സ്മാരക ട്രസ്റ്റ് പുരസ്കാര ജേതാവ് ടി ഡി രാമകൃഷ്ണൻ. നെക്സ്റ്റ്, 2021 മൂലൂർ അവാർഡ് ജേതാവ് അസി താനിമൂട്. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന കവിതാ സംഹാരത്തിനായിരുന്നു പുരസ്കാരം. 2021 മൂലൂർ അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാൽ അസി താനിമൂട്. 2021 ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ സുനിൽ പി ഇളയടം. 2021 ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവാരാണ്? സുനിൽ പി ഇളയടം. അപ്പോൾ പഠിക്കുക, 2021 മൂലൂർ അവാർഡ് ജേതാവാരാണ്? അസി താനിമൂട്. 2021 മൂലൂർ അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാലാണ്? അസി താനിമൂട്. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. 2021 ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാലാണ്? സുനിൽ പി ഇളയടം. 2021 ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവാരാണ്? സുനിൽ പി ഇളയടം. ഇപ്പോൾ പഠിക്കുക, 2021 മൂലൂർ അവാർഡ് ജേതാവ് അസി താനിമൂട്. 2021 ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയടം. നെക്സ്റ്റ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം 2021 ജേതാക്കൾ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം 2021 ജേതാക്കൾ: ഏഴാച്ചേരി രാമചന്ദ്രൻ സമഗ്ര സംഭാവനയ്ക്കും ഡോക്ടർ വൈശാഖൻ തമ്പിക്ക് ശാസ്ത്രരചനയ്ക്കും. ഇങ്ങനെ 2 പേർക്കാണ് ലഭിച്ചത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം 2021 സമഗ്ര സംഭാവനയ്ക്ക് ആർക്ക് ലഭിച്ചു? ഏഴാച്ചേരി രാമചന്ദ്രനും. ശാസ്ത്രരചനയ്ക്ക് ആർക്ക് ലഭിച്ചു? ഡോക്ടർ വൈശാഖൻ തമ്പിക്ക് ലഭിച്ചു. അപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം 2021 സമഗ്ര സംഭാവന പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രനും ശാസ്ത്രരചനാ പുരസ്കാരം ഡോക്ടർ വൈശാഖൻ തമ്പിക്കും ലഭിച്ചു. ദെൻ കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മ. പഠിക്കുക, കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ജേതാവാരാണ്? പ്രഭാവർമ്മ. കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ജേതാവാരാണ്? പ്രഭാവർമ്മ. അതേപോലെ തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രഥമ മഹാകവി അക്കിത്ത പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർക്കാണ്. പഠിക്കുക, തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രഥമ മഹാകവി അക്കിത്തം പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാലാണ്? MT വാസുദേവൻ നായർ. അപ്പോൾ ഈ 2 ഒരുമിച്ച് പഠിക്കുക. കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ജേതാവാരാണ്? പ്രഭാവർമ്മ. കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ജേതാവാരാണ്? പ്രഭാവർമ്മ. തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രഥമ മഹാകവി അക്കിത്ത പുരസ്കാരം 2021 ആർക്ക് ലഭിച്ചു? MT വാസുദേവൻ നായർ. തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രഥമ മഹാകവി അക്കിത്ത പുരസ്കാരം 2021 ആർക്ക് ലഭിച്ചു? MT വാസുദേവൻ നായർ. ദെൻ പ്രഥമ പി ദാമോദരൻ പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയടം. ഇതൊക്കെ ഇപ്പോൾ 2021 പ്രഖ്യാപിച്ചാണ്. പ്രഥമ പി ദാമോദരൻ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ സുനിൽ പി ഇളയടം. പ്രഥമ പാറശാല ബി പൊന്നമ്മാൾ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ജി വേണുഗോപാൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏർപ്പെടുത്തിയ 2 അവാർഡുകളാണ്. പ്രഥമ പി ദാമോദരൻ പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയടം. പ്രഥമ പി ദാമോദരൻ പുരസ്കാര ജേതാവാരാണ്? സുനിൽ പി ഇളയടം. പ്രഥമ പാറശാല ബി പൊന്നമ്മാൾ പുരസ്കാര ജേതാവ് ജി വേണുഗോപാൽ. പ്രഥമ പാറശാല ബി പൊന്നമ്മാൾ പുരസ്കാര ജേതാവ് ജി വേണുഗോപാൽ. ദെൻ സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് 2020 അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ശ്രദ്ധിച്ചോണം, സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് 2020 അർഹനായത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് 2020 അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. 2020 മലയാറ്റൂർ അവാർഡിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഇത് 2 ശ്രദ്ധിച്ചോണം. 2020 മലയാറ്റൂർ അവാർഡ് ജേതാവാരെന്ന് ചോദിച്ചാരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ്. ശ്രദ്ധിക്കുക, സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം 2020 അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. 2020 മലയാറ്റൂർ അവാർഡിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ദെൻ
2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് TB ലാൽ. പുതിയൊരു അവാർഡാണ്. 2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? TB ലാൽ. 2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് TB ലാൽ. 2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? TB ലാൽ. പഠിക്കുക. 2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് TB ലാൽ. ദെൻ 2020 സഞ്ജയൻ അവാർഡിന് അർഹനായത് NK ദേശം. 2020 സഞ്ജയൻ അവാർഡിന് അർഹനായത് NK ദേശം. 2020 സഞ്ജയൻ അവാർഡിന് അർഹനായത് NK ദേശം. അപ്പോൾ 2020 സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? TB ലാലും. 2020 സഞ്ജയൻ അവാർഡിന് അർഹനായതാരാണ്? NK ദേശം. 2020 സഞ്ജയൻ അവാർഡിന് അർഹനായതാരാണ്? NK ദേശം. ദെൻ 2020 പ്രഥമ CV രാമൻപിള്ള പുരസ്കാരത്തിന് അർഹനായത് ലതാലക്ഷ്മിയാണ്. തിരുമുഗൾ ബീഗം എന്ന കൃതിക്കാണ് 2020 പ്രഥമ CV രാമൻപിള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? ലതാലക്ഷ്മി. പഠിക്കുക. 2020 പ്രഥമ CV രാമൻപിള്ള പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാരാണ്? ലതാലക്ഷ്മി. 2020 പ്രഥമ CV രാമൻപിള്ള പുരസ്കാരത്തിന് അർഹനായത് ലതാലക്ഷ്മി. ദെൻ 2020 ചെറുകാട് അവാർഡിന് അർഹനായത് ഡോക്ടർ MP പരമേശ്വരൻ. 2020 ചെറുകാട് അവാർഡ് ജേതാവ് ആരാണ്? ഡോക്ടർ MP പരമേശ്വരൻ. അപ്പോൾ പഠിക്കുക. 2020 പ്രഥമ CV രാമൻപിള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? ലതാലക്ഷ്മി. ലതാലക്ഷ്മി. 2020 ചെറുകാട് പുരസ്കാരം ആർക്ക് ലഭിച്ചു? MP പരമേശ്വരൻ. നെക്സ്റ്റ് 2020 നന്ദനാർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. 2020 നന്ദനാർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. 2020 ബഷീർ അവാർഡിന് അർഹനായത് ഡോക്ടർ VP ഗംഗാധരൻ. 2020 ബഷീർ, നമ്മൾ ബഷീർ സാഹിത്യ പുരസ്കാരം സെപ്പറേറ്റ് പഠിച്ചു, ഇത് വേറെ അവാർഡാണ്. 2020 ബഷീർ അവാർഡിന് അർഹനായത് ഡോക്ടർ VP ഗംഗാധരൻ. അപ്പോൾ പഠിക്കുക. 2020 നന്ദനാർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. 2020 നന്ദനാർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. 2020 ബഷീർ അവാർഡിന് അർഹനായത് ഡോക്ടർ VP ഗംഗാധരൻ. ദെൻ 2020 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹരായവർ. ഇത് ശ്രദ്ധിച്ചോണം. 2020 പ്രഖ്യാപിച്ച 2 പേർക്കാണ്. BD ദത്തന് 2019 പുരസ്കാരവും പാരീസ് വിശ്വനാഥിന് 2018 പുരസ്കാരവുമായിട്ടാണ്. പാരീസ് വിശ്വനാഥിന് 2018 പുരസ്കാരവുമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ പഠിക്കുക. 2020 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? BD ദത്തൻ 2019, പാരീസ് വിശ്വനാഥൻ 2018. 2020 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹരായത് BD ദത്തൻ 2019, പാരീസ് വിശ്വനാഥൻ 2018. നെക്സ്റ്റ് 2020 ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക അവാർഡിന് അർഹനായത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2020 ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക പുരസ്കാരം ആർക്ക് ലഭിച്ചു? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചു. ദെൻ 2020 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപിള്ള. പഠിക്കുക. 2020 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KG ശങ്കരപിള്ള. 2020 കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KG ശങ്കരപിള്ള. 2020 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപിള്ള. 2020 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപിള്ള. ദെൻ 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് സാറ ജോസഫ്. പഠിക്കുക. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് ആരാണ്? സാറ ജോസഫ്. 2020 അക്ബർ കക്കട്ടിൽ സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? സാറ ജോസഫ്. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. ദെൻ സംസ്ഥാന സർക്കാരിൻ്റെ 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് സധനം ബാലകൃഷ്ണൻ. 2020 കഥകളി പുരസ്കാര ജേതാവാരം ചോദിച്ചാരാണ്? സധനം ബാലകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാരാണ്? സധനം ബാലകൃഷ്ണൻ. സധനം ബാലകൃഷ്ണൻ. അതേപോലെ 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ കിഴക്കൂട്ട് അനിയന്മാരാർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവാരാണ്? കിഴക്കൂട്ട് അനിയന്മാരാർ. കിഴക്കൂട്ട് അനിയന്മാരാർ. അപ്പോൾ പഠിക്കുക. 2020 സംസ്ഥാന കഥകളി പുരസ്കാരത്തിന് അർഹനായത് സധനം ബാലകൃഷ്ണൻ. 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവ് കിഴക്കൂട്ട് അനിയന്മാരാർ. ദെൻ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2020 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് മേതിൽ ദേവിക. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ
2020 ക്ഷേത്ര കലാശ്രീ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ മേതിൽ ദേവിക. സംസ്ഥാന ക്ഷേത്രകല അക്കാദമിയുടെ 2020 ക്ഷേത്രകലാ ഫെലോഷിപ്പ് ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ ഗുരു സധനം ബാലകൃഷ്ണനാണ്. ഫെലോഷിപ്പ് ലഭിച്ച ആർക്കാണ്? ഗുരു സധനം ബാലകൃഷ്ണൻ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. സംസ്ഥാന ക്ഷേത്രകല അക്കാദമിയുടെ 2020 ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ആർക്ക് ലഭിച്ചു? മേതിൽ ദേവിക. അതേപോലെ ക്ഷേത്രകല അക്കാദമിയുടെ 2020 ക്ഷേത്രകലാ ഫെലോഷിപ്പ് ആർക്ക് ലഭിച്ചു? ഗുരു സധനം ബാലകൃഷ്ണൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ വളരെ റെയറായിട്ടുള്ള കുറച്ച് അവാർഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. മന്ത്ലി കറണ്ട് അഫേഴ്സിൽ വീണ്ടും നമ്മൾ കുറേ റെയർ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1-2 തവണ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്കിത് ഓർമ്മയിൽ നിർത്താൻ സാധിക്കത്തുള്ളൂ. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതിലൊക്കെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഉടൻ തന്നെ വരും. അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു നെക്സ്റ്റ് എക്സാമുകളെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അതുപോലെ അവാർഡുകളാണ്. അപ്ഡേഷൻസോ പറയുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്